തിരിച്ചടി കിട്ടിയിട്ടും പാഠം പഠിക്കാതെ പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയാണ്. ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ ലാൻസ് നായിക് ദിനേശ് കുമാർ വീരമൃത്യു വരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് സർക്കാരും സൈന്യവും. സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇടപെടുന്നുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. KP അഭിലാഷാണ് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ആദ്യം ചേരുന്നത്. KP അഭിലാഷ്, നമുക്കറിയാം ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ ഓപ്പറേഷൻ സിന്ദൂർ, അത് കണ്ട അക്ഷരാർത്ഥത്തിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ആദ്യം ഒരു കരച്ചിലായിരുന്നു, അതിനുശേഷം പിന്നീട് പല വിധത്തിലുള്ള വീരവാദങ്ങളൊക്കെയായി മുന്നോട്ട് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. തിരിച്ചടിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഭീരുക്കൾ ചെയ്യുന്നതോ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരായുധരായ നിരപരാധികളായ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് അവിടുത്തെ ജനങ്ങൾക്കുമേൽ ഷെല്ലാക്രമണം നടത്തുന്നു, വെടിവെപ്പ് നടത്തുന്നു. അത്തരത്തിലുള്ള സാഹചര്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിർത്തിയിൽ ഇപ്പോഴും സാഹചര്യങ്ങൾ ആശങ്കാജനകമായി തന്നെ തുടരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ ഒരു രാത്രി മുഴുവനുള്ള ഒരു സാഹചര്യം കേന്ദ്രം സസൂക്ഷ്മം വിലയിരുത്തിയിരുന്നു, നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിൽ സൈന്യം അപ്പോൾ തിരിച്ചടി നൽകുന്ന സാഹചര്യത്തിൽ ഒരു അയവ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ? ആര്യ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. രാജ്യം അതീവ ജാഗ്രതയിൽ, കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങൾ മാത്രമല്ല, തന്ത്രപ്രധാനമായ നഗരപ്രദേശങ്ങൾ അടക്കം കടുത്ത ജാഗ്രതയിൽ ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ നീക്കങ്ങളും അതിസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയുമാണ്. ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങൾ, കരസേനയും വ്യോമസേനയും നാവികസേനയും ഏത് തരത്തിലുള്ള ഒരു ആക്രമണത്തെയും ചെറുക്കാനും തിരിച്ചടിക്കും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എല്ലാ യുദ്ധ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ആക്രമണം ആണ് ഉണ്ടായത്. നേരത്തെ ആര് സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ ആളുകൾക്ക് നേരെയായിരുന്നു പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. അതിൽ 15 ഇന്ത്യൻ പൗരന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയും ചെയ്തു. ലാൻസ് നായിക് ദിനേശ് കുമാർ ആണ്. അദ്ദേഹം വൈറ്റ് നൈറ്റ് കോർപ്സിന്റെ ഭാഗമായി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരാണ്. നിലവിൽ ഇന്ത്യ ഔദ്യോഗികമായി അല്ലെങ്കിൽ സൈനിക വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ മരണം, വീരമൃത്യു എന്നത് ഇതുമാത്രമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിരവധി തെറ്റായ പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. വലിയ തോതിൽ അവർ ഇന്ത്യയുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത്, ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളാണ് വെടിവെച്ചിടുന്നത് എന്ന തരത്തിലൊക്കെയുള്ള പ്രചാരണം നടത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് പാകിസ്ഥാന്റെ ഭീരുത്വം മാത്രമാണ്. കാരണം നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ യുദ്ധ നിയമങ്ങളും കാറ്റിൽ പറത്തിയുള്ള ഒരു നീക്കം ആണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്യം കനത്ത ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നത്. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായൊരു ഭരണകൂടം എന്നത് ഇല്ല, മറിച്ച് സൈന്യം ആണ് തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കുന്നതും. ആ സൈന്യമാണ് ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ തീവ്രവാദികളെക്കാൾ മോശമായ തരത്തിൽ ഉള്ള ആക്രമണം നടത്തുന്നത്. സാധാരണ ഒളിഞ്ഞും പതിഞ്ഞുമൊക്കെ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ആക്രമണം നടത്തുന്നത് തീവ്രവാദികൾ ആണ്. എന്നാൽ ഒരു രാജ്യത്തിന്റെ സൈന്യം അത്തരത്തിൽ സാധാരണക്കാരായ നിരായുധർ ആയിട്ടുള്ള സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യം ആണ് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഏത് തരത്തിലുമുള്ള പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുമുള്ള പ്രകോപനവും ആക്രമണവും ഉണ്ടാകാം എന്ന വിലയിരുത്തലിലേക്ക് ഇന്ത്യ എത്തുകയും ചെയ്തത്. ഇന്നലെ ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിലടക്കം നിർണായകമായ യോഗങ്ങൾ ആയിരുന്നു ചേർന്നത്. അതിനുശേഷം ഇന്ത്യൻ സൈന്യത്തിന് തയ്യാറായിരിക്കാൻ മാത്രമല്ല തിരിച്ചടി നൽകാനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ പാകിസ്ഥാൻ ജമ്മു കാശ്മീർ അതിർത്തിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകോപനങ്ങൾക്ക്, ഷെല്ലാക്രമണങ്ങൾക്ക് തടയിടുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ പ്രഥമമായ ലക്ഷ്യം. അത്തരത്തിൽ ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിച്ചുകൊണ്ട് ഇരിക്കുന്നുമുണ്ട്. അതേസമയം വളരെ പ്രധാനപ്പെട്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റേതുപോലെയുള്ള സൈനിക നീക്കങ്ങൾ എന്നത് സാധ്യമല്ല. ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വം, ഇന്ത്യൻ ജനതയ്ക്ക് നൽകുന്ന സുരക്ഷിതത്വം, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ അടക്കം പാലിക്കുന്ന രാജ്യം ആണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ എപ്പോഴും കരുതലോടുകൂടിയുള്ളതായിരിക്കും. മറ്റു ലോകരാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമുള്ള ആക്രമണങ്ങൾക്ക് മാത്രമേ ഇന്ത്യ മുതിരുകയുമുള്ളൂ. നമുക്കറിയാം, പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന 15 ദിവസത്തിന് ശേഷമായിരുന്നു ഇന്ത്യ തിരിച്ചടി നൽകിയത്. അതാകട്ടെ ഏതെങ്കിലും പാകിസ്ഥാന്റെ ജനവാസ മേഖലയെയോ അതിർത്തിയിലെ ഗ്രാമപ്രദേശങ്ങളെയോ ഒന്നുമല്ല ഇന്ത്യ ലക്ഷ്യമിട്ടത്. പാകിസ്ഥാനിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. 21 തവണ ഇന്ത്യ ആക്രമണം നടത്തുകയും ചെയ്യുന്നു. അക്കാര്യം ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്തു. എന്നാൽ അതിനുള്ള മറുപടി എന്ന നിലയിൽ ആണ് ഇന്ത്യയിലെ
സാധാരണക്കാരായ അതിർത്തി പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധ നിയമങ്ങൾ ഒന്നും തന്നെ അവർക്ക് ബാധകമല്ല. ആ നിലയിലുള്ള ആക്രമണം നടത്തുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് അതിനെ പ്രതിരോധിക്കുന്നതിന് ഇപ്പോൾ ഊന്നൽ നൽകുന്നു. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും അടക്കം ആശയവിനിമയം നടത്തുകയും ഈ അതിർത്തി മേഖലകളിൽ അധിവസിക്കുന്ന, അതായത് അതിർത്തി ഇപ്പോൾ പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആണ് ഇന്നലെ വലിയ തോതിലുള്ള ആക്രമണം നടന്നത്. അവിടെ നിയന്ത്രണ രേഖയ്ക്കും അന്താരാഷ്ട്ര നിയന്ത്രണ രേഖയ്ക്കും സമീപത്തായി നിരവധി ഗ്രാമങ്ങൾ ഉണ്ട്. ആ ഗ്രാമങ്ങളിൽ നിരവധിയായ ആളുകൾ അധിവസിക്കുന്നുണ്ട്. അവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റണം എന്ന നിർദ്ദേശം ഇന്നലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിക്കും ലഫ്റ്റനന്റ് ഗവർണറിനും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. നിരവധി ആളുകൾ അപ്രതീക്ഷിതമായ ഈ ഒരു ആക്രമണം, അതായത് സാധാരണ നിലയിൽ ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവർ അവരൊരു സംഘർഷ മുനമ്പിൽ ആണ് എങ്കിൽ പോലും ജനങ്ങൾക്കിടയിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തുക അല്ലെങ്കിൽ സൈന്യം ആക്രമണം നടത്തുക എന്നത് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അത്രമേൽ ഭീരുത്വം നിറഞ്ഞ പ്രതികരണമായിരുന്നു ഇന്നലെ ഉണ്ടായത്. ആ മേഖലയിൽ നിന്നുള്ള വലിയ ജനക്കൂട്ടം തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ പോലും ഈ പൂഞ്ച് മേഖലകളിലെ ഗ്രാമവാസികളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരായി അല്ലെങ്കിൽ അവരുടെ സാധാരണ നിലയിലുള്ള ജീവിതം ആയിരുന്നു മുന്നോട്ട് പോയത്. അതിന് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. അവിടെ ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ഒരുക്കത്തിൻ്റെ സൂചന തന്നെയാണ്. അതായത് പാകിസ്ഥാന്റെ പ്രതിരോധം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ തിരിച്ചടിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചറിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പങ്കുവെക്കാനുള്ളത്. ഒപ്പം BSF ഡയറക്ടർ ജനറൽ ദിൽജിത് സിംഗ് ചൗധരിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ആശയവിനിമയം നടത്തുകയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സൈന്യത്തിന് പൂർണ്ണമായ ഒരു അധികാരം നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനെ പോലെയല്ല ഇന്ത്യ എന്നത്. ഇന്ത്യക്ക് വളരെ കൃത്യമായ ഭരണകൂടമുണ്ട്. സർവ്വ സൈന്യാധിപൻ എന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോവുകയുള്ളൂ. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവിടെ കൃത്യമായ ഒരു ഭരണകൂടമില്ല. എല്ലാ കാലവും ഭരണകൂടങ്ങൾക്ക് മുകളിൽ ആണ് പാക് സൈന്യം. പലപ്പോഴും ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ഈ പാക് സൈന്യം ആണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സൈനികരുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടായാലും അതിനെ ചെറുക്കണം, അതോടൊപ്പം തന്നെ തിരിച്ചടിക്കണം എന്ന നിർദ്ദേശം ആണ് ഇപ്പോൾ സൈനികർക്ക് ഇന്ത്യ നൽകിയിട്ടുള്ളത്. അത് എപ്പോഴായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാനാവില്ല. കാരണം ഈ പറയുന്നത് പോലെ ഇന്ത്യൻ ജനതയ്ക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അതിനുശേഷം മാത്രം തിരിച്ചടിക്കുക എന്നതിലേക്കായിരിക്കും സൈന്യം കടക്കുക. അതുതന്നെയാണ് നമ്മൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും കണ്ടത്. നമ്മൾ ആദ്യം നയതന്ത്ര തലത്തിലുള്ള ഒരു യുദ്ധം ആയിരുന്നു ആരംഭിച്ചത്. ജലകരാർ മരവിപ്പിച്ച് നിർത്തുന്നത് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോയി. വ്യോമപാത അടച്ചിടുന്ന കടുത്ത നിലപാടുകൾ സ്വീകരിച്ചു. പാക് പൗരന്മാരെ തിരിച്ചയച്ച സാഹചര്യമുണ്ടായി. ഇതിനുശേഷം രാജ്യത്തെ ജനങ്ങൾ, അതായത് പാകിസ്ഥാനിൽ നിന്ന് അടക്കം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ എങ്ങനെ സുരക്ഷിതരാകണം എന്നത് സംബന്ധിച്ച മോക്ക് ഡ്രിൽ അടക്കം നടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി നടത്തിയ ആക്രമണം ആയിരുന്നു ഇന്ത്യയുടേത്. അതുമാത്രവുമല്ല, ആര്യ എടുത്തു പറയേണ്ടത്, ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം ഏത് നിമിഷവും പാകിസ്ഥാന്റെ കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്ന് പാകിസ്ഥാന് ഉറപ്പുണ്ടായിരുന്നു. അത് ഭീകരവാദ കേന്ദ്രങ്ങളെ തന്നെയായിരിക്കും എന്നും പാകിസ്ഥാന് ഉറപ്പുള്ള കാര്യമായിരുന്നു. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ 65ലും 71ലും നേരിട്ടുണ്ടായിട്ടുള്ള യുദ്ധം, അത് യുദ്ധ പ്രഖ്യാപനമായി നടന്നിട്ടുള്ള യുദ്ധങ്ങൾ തന്നെയാണ്. അതിനപ്പുറത്ത് ഒരിക്കൽ പോലും ഇന്ത്യ പാകിസ്ഥാനിലെ ജനതയെയോ പാക് സൈന്യത്തെയോ ആക്രമിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എപ്പോഴും ഇപ്പോൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ബലാക്കോട്ട് ആകട്ടെ അല്ലെങ്കിൽ ഉറി, പഹൽഗാം പോലെയുള്ള സംഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം അത് തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ, ക്യാമ്പുകൾക്ക് നേരെ ആയിരുന്നു ആക്രമണം നടത്തിയിട്ടുള്ളത്. പാക് അധീന കാശ്മീരിലെ സൈനിക തീവ്രവാദ കേന്ദ്രങ്ങളെ അടക്കം ഉന്മൂലനം ചെയ്യാൻ പലപ്പോഴായി ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ തീവ്രവാദികൾ നിർമ്മിച്ച ബങ്കറുകൾ അടക്കം തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ആക്രമണം അവിടെയായിരുന്നു. ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള കൊടും ഭീകരവാദികളെ അടക്കം അവരുടെ സുരക്ഷ അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം പാകിസ്ഥാൻ നടത്തിയത്. അതിനിടയിലായിരുന്നു 9 കേന്ദ്രങ്ങളെ വളരെ കൃത്യമായി ഇന്ത്യ ലക്ഷ്യം വെച്ചത് 9 കേന്ദ്രങ്ങളെയായിരുന്നു. ആ 9 കേന്ദ്രങ്ങളിൽ 21 തവണ ആക്രമണം നടത്താൻ സാധിച്ചു എന്നത് ഇന്ത്യ ദൃശ്യങ്ങളുടെ രേഖകളുടെ തെളിവ്
ളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയതാണ്. ഇന്നലെ 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആയിരുന്നു ആ ആക്രമണം എങ്ങനെ നടത്തി എന്ന് ലോകത്തോട് വിശദീകരിക്കുകയും ചെയ്തത്. അതുമാത്രവുമല്ല, ആ ആക്രമണത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ സ്കാൽപ് മിസൈലുകൾ മാത്രമാണ് ഇന്ത്യ ഉപയോഗിച്ചത് എന്നും അത് അതിവ്യാപന ശേഷിയുള്ള ആയുധങ്ങൾ അല്ല, മറിച്ച് എവിടെയാണോ സ്പോട്ട് ചെയ്യുന്നത് ആ സ്പോട്ടിൽ ഉള്ളവരെ മാത്രം നശിപ്പിക്കുക അല്ലെങ്കിൽ വധിക്കുക എന്ന മാത്രം ലക്ഷ്യത്തോടു കൂടി, അതായത് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു തരത്തിലുമുള്ള കാഷ്വാലിറ്റികൾ ഉണ്ടാകാതിരിക്കുക, ഒപ്പം പാകിസ്ഥാനിലെ നിർമ്മിതികളോ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകളോ ഒന്നും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകരരുത് എന്ന നിലവിൽ ഉള്ള ഒരു ആക്രമണം ആയിരുന്നു നടത്തിയത്. അതിനെ ചെറുക്കാൻ പോലും അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന് സാധിച്ചില്ല എന്ന് മാത്രവുമല്ല, പാക് ഭീകരവാദിയായിട്ടുള്ള മസൂദ് അസറിന് തന്നെ അക്കാര്യം സ്ഥിരീകരിക്കേണ്ടി വന്നു. തന്റെ കുടുംബാംഗങ്ങളിൽ 10 പേർ കൊല്ലപ്പെട്ടു എന്ന് വാർത്താക്കുറിപ്പ് തയ്യാറാക്കി പുറത്തിറക്കേണ്ടി വന്നു. താനും അവരോടൊപ്പം യാത്രയാകുന്നതായിരുന്നു നല്ലത് എന്ന തരത്തിലുള്ള പരാമർശം പോലും നടത്തേണ്ടി വരുന്നു. അതാണ് ഇന്ത്യ എപ്പോഴും തീവ്രവാദികൾക്ക് നൽകുന്ന സന്ദേശം. ഓരോ തീവ്രവാദിയും ആ ഓർമ്മപ്പെടുത്തൽ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിരിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നത്. ഇന്ന് പുലർച്ചെയും, അതായത് ഇന്നലെ രാത്രി 1 മണിക്ക് സാങ്കേതികമായി പറഞ്ഞാൽ അതിനു മുമ്പ് ഒരു ദിവസം കൂടി മുമ്പ് ഇന്ത്യ നൽകിയ ആ ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിൽ പാകിസ്ഥാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിർത്തിയിൽ ഉള്ള പ്രകോപനമാണ്. അത് സാധാരണ എപ്പോഴും നമുക്കറിയാം. നമ്മൾ നിരന്തരമായി ഈ പാക് പ്രകോപനം, ഭീകരരുടെ നുഴഞ്ഞുകയറ്റം, പാകിസ്ഥാന്റെ സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ നടത്തുന്ന വെടിവെപ്പ്, അതെല്ലാം സൈനികർക്ക് നേരെയാണ്. നിരവധിയായ സൈനികർ ഓരോ വർഷവും ഇത്തരം ആക്രമണങ്ങളിൽ വീരമൃത്യു വരിക്കാറുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടിക്ക് മുതിരാറില്ല. അത് അതിർത്തിയിലെ സംഘർഷം എന്ന നിലയിൽ തന്നെയാണ് നോക്കിക്കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ല. ഇവിടെ സൈനികരെ അല്ല പാക് സൈന്യം ലക്ഷ്യം വെക്കുന്നത്, സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ്. ഇന്ത്യൻ അതിർത്തികളിലെ ഇന്നലെ പൂഞ്ചിലെ അതിർത്തി മേഖലകളിൽ നടത്തിയിട്ടുള്ള ഷെൽ ആക്രമണത്തിൽ 15 പേർക്കാണ് മരണപ്പെട്ടത്. അതോടൊപ്പം 40-ലേറെ പേർക്ക് പരിക്കേറ്റു. അതിൽ ചിലരുടെ നില ഗുരുതരമാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാൻ വ്യാപിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യം കൂടുതൽ ജാഗ്രത പുലർത്തുന്നത്.